നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ ലൂപ്പ് എന്താണെന്നുള്ളത് പഠിച്ചു. പിന്നെ ലൂപ്പിൽ എങ്ങനെയാണ് ഓരോന്നും ലൂപ്പിൽ നമ്മുടെ ഡിഫറൻസ്, അതായത് വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, അങ്ങനെയുള്ള ഡിഫറൻസും അതിനെക്കുറിച്ചുള്ള കുറച്ച് പ്രോഗ്രാം പഠിച്ചു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഡയറക്റ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ വളരെ കുറവായിരിക്കും. പല ടൈപ്പിലുള്ള പാറ്റേണുകൾ അങ്ങനെയുള്ളതൊക്കെ പ്രിന്റ് ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലൂപ്പാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ലൂപ്പിന്റെ പ്രോഗ്രാംസ് നമ്മൾ അത്ര തറവായിരിക്കണം. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കുറേ അധികം ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറേ പ്രോഗ്രാമുകൾ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ കണ്ട ലൂപ്പായിരുന്നു നമ്മുടെ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഫോർ ലൂപ്പും ഏത് ലൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ ലൂപ്പിൽ വരുന്ന കാര്യങ്ങൾ, ഒന്ന് ഇനീഷ്യലൈസേഷൻ്റെ ഒരു കാര്യങ്ങളുണ്ടാവും, ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. രണ്ട്, അതിൻ്റെ ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പ്. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ഈ 4 കാര്യങ്ങളെ, അതായത് ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, കണ്ടീഷൻ ഉണ്ടാവും, ഇൻക്രിമെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിക്രിമെന്റ് ആകാം. പിന്നെ നമ്മൾ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രൂ ബ്ലോക്ക് അല്ല, ബോഡി ഓഫ് ദ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഈ 4 കാര്യങ്ങളിലുള്ള അറേഞ്ച്മെന്റ് അത് എവിടെയാണ്, ഏത് ലൊക്കേഷനിലാണ് അതിന് പ്ലേസ് ചെയ്തേക്കുന്നത്, അങ്ങനെയാണ് നമ്മുടെ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓരോന്നും ഓരോ പ്രാവശ്യമായിട്ട്. ഇപ്പോൾ ഡു വൈൽ ലൂപ്പ് ആയാലും വൈൽ ലൂപ്പ് ആയാലും ഫോർ ലൂപ്പ് ആയാലും എല്ലാത്തിലും ഈ 4 കാര്യങ്ങളുണ്ടാവും. ഇനി നമ്മുടെ ഫോർ ലൂപ്പിൽ അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ബാക്കിയുള്ള ലൂപ്പുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പിൽ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ആയിരിക്കും. ഈ ഫോർ ലൂപ്പിന് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫോർ ലൂപ്പിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സോ the for loop in class have several features. ഇന്നും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്നും കൂടെ ഇത് അക്സെപ്റ്റ് ചെയ്യുക, അടുത്ത ദിവസം വരെ അത് അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. The loop in C has several capabilities that are not found in other loop structures. അതായത് നമുക്ക് ബാക്കിയുള്ള ലൂപ്പ് എന്ന് പറയുന്നത് ഡു വൈൽ ലൂപ്പും വൈൽ ലൂപ്പും ആണ്. ഈ വൈൽ ലൂപ്പിലും ഡു വൈൽ ലൂപ്പിലും അല്ലാത്ത കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മുടെ ഫോർ ലൂപ്പിലുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫീച്ചർ 1, more than one variable can be initialized at the time in the for loop. ഫോർ ലൂപ്പിലെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ആയിരുന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇനീഷ്യലൈസേഷൻ ആണ്. സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും. മൂന്നാമത് കൊടുക്കുന്നത് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് കണ്ടീഷൻ ആയിരിക്കും. സോ അങ്ങനെ കൊടുക്കുമ്പോൾ മോർ ദാൻ വൺ വേരിയബിൾ ക്യാൻ ബി ഇനീഷ്യലൈസ്ഡ് അറ്റ് ദ ടൈം ഇൻ ദ ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റിൽ ഒന്നിലധികം വേരിയബിൾസുകളെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ 2 വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, എൻ എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു എക്സാമ്പിൾ ആയിരുന്നു, നമ്മൾ സമ്മ് കാണാൻ വേണ്ടി ഈവൻ സമ്മ് ഓഡ് സമ്മ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഫോർ എൻ ഈക്വൽ ടു നമ്മൾ എൻ ഈക്വൽ ടു 1 സ്റ്റാർട്ട് ചെയ്തു, കോമ, ഇതിന് സമ്മ് 1, ഈവൻ സം, ഈ സം ഈക്വൽ ടു 1 അല്ലെങ്കിൽ ഈ സം ഈക്വൽ ടു 0, കോമ, ഓഡ് സം, ഓ സം ഈക്വൽ ടു 0, ദെൻ സെമിക്കോളൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തത് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് n ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ദെൻ n ഈക്വൽ ടു n+1 ഓർ n++. ഇങ്ങനെയാണ് അവിടെ നമ്മൾ ചെയ്യാം. ഇങ്ങനെ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഫോർ ലൂപ്പിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അവിടെ ഇനീഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കുക എത്ര എണ്ണമാണ്. ഇവിടെ 3 എണ്ണം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. 3 എണ്ണം ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞ് 3ഉം കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്താണ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ 3 എണ്ണം നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ഇനീഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം n ലെസ് ദാൻ സെമിക്കോളൻ കൊടുത്തു. കാരണം ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സെമിക്കോളൻ ആവശ്യമുണ്ട്. പിന്നെ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കണ്ടീഷനാണ്. ഈ ടെസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്തത് സെമിക്കോളൻ ആണ്. പിന്നെ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആണ് നടക്കുന്നത്. ഇൻക്രിമെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആണ്. ഇൻക്രിമെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് എക്സ്പ്രഷനിൽ കിടക്കുന്നത് നമ്മുടെ സെമിക്കോളൻ കഴിഞ്ഞിട്ട് n++ എന്ന് പറഞ്ഞ് കിടക്കുന്ന അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഫോർ p ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇനീഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം കോമ യൂസ് ചെയ്തു. ദെൻ അടുത്തത് സെക്കൻഡ് എടുത്തു പറഞ്ഞാൽ അടുത്ത വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് കോമ ഇട്ടു. ഇത് കമ്പൽസറി അല്ല, ഇതെല്ലാം ഓപ്ഷണലാണ്. പക്ഷേ നമ്മൾ ഇതിന് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് ഓപ്ഷണലാണ്. കാരണം അതും നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫോർ p ഈക്വൽ ടു 1, n ഈക്വൽ ടു 0, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, n++. സോ ഫസ്റ്റ് അഡീഷണൽ ഫീച്ചർ എന്ന് പറയുന്നത് മോർ ദാൻ വൺ വേരിയബിൾ ക്യാൻ ബി ഇനീഷ്യലൈസ്ഡ് അറ്റ് ദ ടൈം ഫോർ
ഫോർ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ വൈൽ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈൽ ലൂപ്പിൽ നമുക്ക് ഇനീഷ്യലൈസേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമുക്കൊരു വേരിയബിളിന് സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കുന്നത് ഒറ്റ പ്രാവശ്യം മാത്രം സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുത്താൽ മതി. പിന്നുള്ള വാല്യൂ നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം വേരിയബിളെ ഇനിഷ്യലൈസ് ചെയ്യാം. പക്ഷേ ഇത് കണ്ടീഷൻ എന്ന് പറയുന്നത് വേരിയബിളുകൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ കോമ വെച്ചിട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഓവർ. Then second feature, the increment section may also have more than one part. നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന സെക്ഷനാണ് നമ്മുടെ ഇൻക്രിമെന്റ് സെക്ഷൻ. ഇൻക്രിമെന്റ് സെക്ഷനിലും ഒന്നിലധികം വേരിയബിളുകളെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം, ഒന്നിലധികം വേരിയബിളുകളെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് പാർട്ടിൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിളുകൾ ഓരോ പ്രാവശ്യവും അത് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇവിടെ n++ എന്ന് പറയുന്നത് ഇൻക്രിമെന്റിലാണ് കൊടുത്തേക്കുന്നത്. ഈ n++ എന്നുള്ളത് എത്ര പ്രാവശ്യം നമ്മൾ കൊടുത്താലും അത് ഓരോ പ്രാവശ്യം അത് ഇൻക്രിമെന്റ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോണതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന വേരിയബിൾ ഏതാണോ, നമ്മൾ ഇൻക്രിമെന്റ് പാർട്ടിൽ ഏത് വേരിയബിൾ ആണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അപ്ഡേറ്റ് പാർട്ടിൽ അപ്ഡേഷൻ നടക്കേണ്ട പാർട്ടിൽ ഏത് വേരിയബിൾ ആണോ കൊടുക്കേണ്ടത്, ആ കൊടുക്കേണ്ട വേരിയബിളുകൾ ഓരോ പ്രാവശ്യം കൊടുക്കും എന്നുള്ളത്, ഓരോ പ്രാവശ്യവും അത് നടക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം ഇവിടെ നമ്മൾ എന്ത് വേരിയബിൾ n = n+1, m = m-1 ഓരോ പ്രാവശ്യവും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഓരോ പ്രാവശ്യം ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഈ വേരിയബിളുകൾ ഈ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്ന ഓപ്പറേഷൻ എന്താണോ ആ ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യും. ക്ലിയർ? സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഒന്നിലധികം വേരിയബിളുകൾ ഇനിഷ്യലൈസ് ചെയ്യാം, ബട്ട് the variable must be separated by commas. Then second one, the increment section also may have more than one part. Increment sectionിലും more than one part നമുക്ക് പോസിബിൾ ആണ്. എവിടെയൊക്കെ more than one part ഉണ്ടോ അവിടെ എല്ലാം ഡിഫറെന്റ് പാർട്ടുകൾ തമ്മിൽ കോമാസ് വെച്ചിട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. സോ n = n+1, m = m-1 ഡിഫറെന്റ് പാർട്ടിലുള്ള കോമാസ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ രണ്ടും നമ്മുടെ ഡിഫറൻസ് പറയുന്നത് ഇനീഷ്യലൈസേഷൻ വൺസ് മാത്രമേ ഹാപ്പൻ ചെയ്യുള്ളൂ. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അപ്ഡേഷൻ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദ മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഇൻ ഇനീഷ്യലൈസേഷൻ സെക്ഷൻ ആൻഡ് ഇൻക്രിമെന്റ് സെക്ഷൻ ബി സെപ്പറേറ്റ് ബൈ കോമാസ്. അത് ഇനീഷ്യലൈസേഷൻ ഇൻക്രിമെന്റ് മാത്രമല്ല പറഞ്ഞത്, എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തോ അവിടെയെല്ലാം നമ്മൾ കോമാസ് വെച്ചിട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ നൗ? ഓക്കെ. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഫീച്ചർ, തേർഡ് ഫീച്ചർ. ഇത് ഓർക്കുക, ഈ ഫീച്ചേഴ്സുകൾ ഓരോന്നില്ല നമ്മൾ 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യണം. കാരണം ഇത് എക്സാമിനേഷൻ മിക്കവാറും തന്നെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ തേർഡ് വൺ, ദ ടെസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ലൂപ്പ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ലൂപ്പിന് നമ്മൾ മൊത്തം 4 കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഇനീഷ്യലൈസേഷൻ, രണ്ട് നമ്മുടെ ടെസ്റ്റ് കണ്ടീഷൻ, മൂന്നാമത് പറയുന്നത് ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണോ ആ സ്റ്റേറ്റ്മെന്റ് ചെയ്യും. സോ the test condition may have compound relation and the testing need not be limited only to the loop control variable. ഈ ടെസ്റ്റ് കണ്ടീഷനിൽ നമുക്ക് എന്താണോ ചെക്ക് ചെയ്യേണ്ടത്, എന്ത് കണ്ടീഷനാണോ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള എന്ത് കണ്ടീഷൻ വേണമെങ്കിലും ടെസ്റ്റ് കണ്ടീഷനിൽ കൊടുക്കാം. പക്ഷേ ടെസ്റ്റ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച നമ്മുടെ എക്സാമ്പിളുകളിൽ നമുക്ക് ക്ലിയർ ആണ്, ടെസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ either true or false. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി either true or false. അപ്പോൾ ആ കണ്ടീഷൻ എപ്പോഴാണ് ട്രൂ ആവുന്നത്, അത് ട്രൂ ആയാൽ മാത്രമേ നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പ് അല്ലെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട പാർട്ട് ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട പാർട്ടിലേക്കുള്ള എക്സിക്യൂഷൻ നടക്കുള്ളൂ. അപ്പോൾ അവിടെയും നമുക്ക് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാം. ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് മീൻസ് നമ്മൾ ടെസ്റ്റ് കണ്ടീഷനിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യണം, ആൻഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ കൺട്രോൾ വേരിയബിളിന്റെ ടെസ്റ്റ് കണ്ടീഷൻ മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എന്ത് കണ്ടീഷൻ വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ബട്ട് ആ കണ്ടീഷൻസ് എല്ലാം കൂടി ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട് ആൻഡ് അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുക. നമ്മളൊരു എക്സാമ്പിളിൽ സമ്മിന്റെ വാല്യൂ പ്രൊഡക്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് സം ലെസ് ദാൻ 10 n നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്തത് n ആണ്. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഇതാണ് നമ്മൾ ചെയ്തത്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ വേണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. പക്ഷെ ആ കണ്ടീഷൻ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ
അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ആൻഡ് ഓപ്പറേറ്ററോ ഓർ ഓപ്പറേറ്ററോ ഉപയോഗിച്ചിട്ട് അതിനെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അത് നമ്മളവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സമ്മ് ഗ്രേറ്റർ ദാൻ 100. ഇപ്പോൾ നമ്മൾ ഇതൊരു കണ്ടീഷനാണ്. പിന്നെ ഇത് വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം. എന്താണോ വേണ്ടത് അതിന് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ കൊടുത്താൽ കുറച്ചുകൂടി പ്രിസൈസ് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് the test condition may have any compound relation. Compound relation means we can combine one or more test condition together by using any operator like and operator അല്ലെങ്കിൽ or operator. ആ ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ അതിനെ കമ്പൈൻ ചെയ്യുക. സോ തേർഡ് സ്പെഷ്യൽ കണ്ടീഷൻ, തേർഡ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ക്ലിയർ? സോ the fourth one, it is also possible to use expressions in assignment statements of initialization and increment section. Then ഈ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഇതൊരു ഇനീഷ്യലൈസേഷൻ ആണ്. ഇവിടെ നമുക്ക് എപ്പോഴും ഇൻഡ് n ഈക്വൽ ടു അല്ലെങ്കിൽ n ഈക്വൽ ടു 1, n ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കൊടുക്കാനൊന്നുമില്ല. ഇനീഷ്യലൈസേഷൻ മീൻസ് ഒരു വേരിയബിളിന് ഫസ്റ്റ് അതിന് അസൈൻ ചെയ്യുന്ന വാല്യൂ ആണ് ഇനീഷ്യലൈസേഷൻ പറഞ്ഞത്. അത് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷന്റെ റിസൾട്ട് ആയിരിക്കാം ആ വേരിയബിളിലേക്ക് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷന്റെ റിസൾട്ട് ആണ് വേരിയബിളിലേക്ക് വന്നെങ്കിൽ ആ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ തന്നെ കൊടുക്കാം. ഇപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഈ ഒരു എക്സാമ്പിളിൽ എക്സ് ഈക്വൽ ടു എം പ്ലസ് എൻ ഡിവൈഡ് ബൈ 2. ഇപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഫോറിൽ കൊടുക്കുന്ന എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കും. എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്തു, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് എം പ്ലസ് എൻ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തു. ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന്റെ റിസൾട്ട് ആയിരിക്കും നമ്മൾ എക്സിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇനീഷ്യലൈസേഷൻ അങ്ങനെ കൊടുക്കാം. ഇൻക്രിമെന്റ് സെക്ഷനിൽ എപ്പോഴും എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് പ്ലസ് പ്ലസ് അല്ലെങ്കിൽ എൻ പ്ലസ് പ്ലസ് എന്ന് യൂസ് ചെയ്യണമെന്നില്ല. ഇൻക്രിമെന്റ് സെക്ഷൻ മീൻസ് നമ്മൾ കൊടുക്കുന്ന ആ ഇൻക്രിമെന്റ് സെക്ഷനിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ ആ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നെക്സ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 2 എന്നാണ്. എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 2 മീൻസ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എക്സാമ്പിൾ ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എക്സിന്റെ ആദ്യത്തെ വാല്യൂ 4 ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ 14 ആണ് ആദ്യത്തെ വാല്യൂ എന്ന് വെക്കുക. 40 ആണ് ആദ്യത്തെ വാല്യൂ എങ്കിൽ നെക്സ്റ്റ് അടുത്ത ഐറ്ററേഷനിൽ, ഐറ്ററേഷൻ മീൻസ് നെക്സ്റ്റ് ടൈം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഐറ്ററേഷൻ എന്ന് പറയാം. അപ്പോൾ അടുത്ത ഐറ്ററേഷനിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഡിവൈഡ് ബൈ 2. എക്സിന് ഓൾറെഡി ഉള്ള വാല്യൂ 40 ആണ്. 40 ഡിവൈഡ് ബൈ 2 വിൽ ബി 20. എക്സിന് നെക്സ്റ്റ് എടുക്കുന്ന വാല്യൂ 20 ആയിരിക്കും. അപ്പോൾ ഇതേ സ്ഥാനത്ത് തന്നെ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ് എക്സ് പ്ലസ് പ്ലസ് എക്സ് പ്ലസ് പ്ലസ് ഉപയോഗിച്ചാൽ എക്സിന് സ്റ്റാർട്ടിംഗ് വാല്യൂ 40 ആണെങ്കിൽ നെക്സ്റ്റ് ഐറ്ററേഷനിൽ ആ എക്സിന് എടുക്കുന്ന വാല്യൂ 41 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണോ നമ്മൾ എക്സ്പ്രഷനിൽ കൊടുത്തേക്കുന്നത്, എന്ത് സ്റ്റേറ്റ്മെന്റ് ആണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടായിരിക്കും അടുത്ത ഐറ്ററേഷൻ വരുന്നത്. അത് എക്സ് പ്ലസ് പ്ലസ് ആവണമെന്നോ എക്സ് പ്ലസ് 1 ആയിരിക്കണമെന്നോ 2 ആയിരിക്കണമെന്നോ ഒരു കണ്ടീഷൻ അവിടെ ഇല്ല. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നായിരിക്കും, എക്സ് പ്ലസ് 5 എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യാം. അതിന് നമുക്കൊരു എക്സാമ്പിൾ അവിടെ നോക്കിയാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ എനിക്ക് 5, 10, 15, 20, 25, 30 എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിന്റ് ചെയ്യണം. അങ്ങനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സോ എക്സിന് ഞാൻ ഫോർ ലൂപ്പിലാണ് ചെയ്യുന്നത്. ഫോർ എക്സ് ഈക്വൽ ടു എക്സിന് സ്റ്റാർട്ടിംഗ് വാല്യൂ ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു ഞാനിവിടെ 0 കൊടുത്തു, എക്സ് ഈക്വൽ ടു 0 കൊടുത്തു, കോമ എക്സ് ലെസ് ദാൻ 100, x less than 50 less than or equal to 15 കൊടുത്തു, comma semicolon x equal to x plus 5, x equal to x plus 5. then ഞാൻ print of യൂസ് ചെയ്തു, print of ഏതാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, print of then percentage d comma n x percentage d x bracket close ചെയ്തു, then get ch and return 0. മുകളിലേക്ക് നമ്മുടെ ഫോർ ലൂപ്പ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ എഴുതുക. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 ആണ്. കണ്ടീഷൻ ആയ സ്റ്റാർട്ടിംഗ് വാല്യൂ എക്സിന്റെ വാല്യൂ 0 ആണ്. എക്സ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. 0 എന്ന് പറയുന്നത് 50യേക്കാളും ലെസ് ദാൻ ആണ്.
അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യും? നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരും. എക്സിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് എന്താണോ എക്സിന്റെ വാല്യൂ ഇവിടെ എക്സിന്റെ വാല്യൂ അത് 0 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5, ദാറ്റ് ഈസ് ഓൾറെഡി ഉള്ള എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 പ്ലസ് 5 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? 5 ലെസ് ദാൻ 50 ആണെന്ന് നോക്കും. യെസ്, 5 ലെസ് ദാൻ 50 ആണ്. സോ എന്ത് ചെയ്തു? 5 പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് ടൈം ഐറ്ററേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്ററേഷൻ മീൻസ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്സിന്റെ കൂടെ അടുത്ത 5 ആഡ് ചെയ്യും. സോ നെക്സ്റ്റ് എക്സിന്റെ വാല്യൂ 10 ആയിരിക്കും. നെക്സ്റ്റ് എക്സിന്റെ വാല്യൂ 10 ആയിരിക്കും. അവിടെ അല്ല, നെക്സ്റ്റ് എക്സിന്റെ വാല്യൂ 10 ആയിരിക്കും. 10 ലെസ് ദാൻ 50 ആണ്. സോ എന്ത് ചെയ്തു? 15 പ്രിന്റ് ചെയ്തു. 10 ലെസ് ദാൻ 15 ആണ്. 10 പ്രിന്റ് ചെയ്തു. വീണ്ടും എക്സിന്റെ വാല്യൂ പ്ലസ് 5 കൂടെ ആഡ് ചെയ്യും. 15 ആവും. അങ്ങനെ ഓരോന്ന് ആയിട്ട് മാക്സിമം നമ്മൾ 50 വരെ എത്തും. 50 എണ്ണം വരെ പ്രിന്റ് ചെയ്യും. 0, 5, 10, 15, 20, 25, 30, 35, 40, 45 എന്ന് പറഞ്ഞിട്ട് 50 വരെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 50 കഴിഞ്ഞതിന് ശേഷം ഇൻക്രിമെന്റ് ചെയ്യും. വീണ്ടും 5 ഇൻക്രിമെന്റ് ചെയ്യും. 55 ആയി. 55 ലെസ് ദാൻ 50 അല്ല. സോ എന്ത് ചെയ്തു? ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഗെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന വാല്യൂ നമ്മുടെ 5ലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, 0ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 0 ഓൺവേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യും. ഇനി ഇവിടെ നമ്മൾ ഈ ഇതിന് കൊടുത്തേക്കുന്ന വാല്യൂ 0ക്ക് പകരം ഇവിടെ 10 ആണ് കൊടുത്തേക്കുന്നത്. എക്സ് ഈക്വൽ 10 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 15 ആയിരിക്കും. നെക്സ്റ്റ് 20 ആയിരിക്കും. അത് കഴിഞ്ഞ് 25 ആയിരിക്കും. അങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? സോ അപ്പോൾ എക്സ്പ്രഷനിലെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷനിലോ ഇൻക്രിമെന്റ് സെക്ഷനിലോ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ആവശ്യമുള്ളത്, അവിടെ ആ വേരിയബിളിലേക്ക് ഒരു വാല്യൂ കിട്ടിയാൽ മതി. ആ വേരിയബിളിലേക്ക് ഒരു വാല്യൂ കിട്ടാൻ ഒന്നെങ്കിൽ അത് ഡയറക്റ്റ് നമുക്ക് അസൈൻ ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വെച്ച് നമുക്ക് അസൈൻ ചെയ്യാം. സോ ദ ഫോർത്ത് അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് അഡീഷണൽ ഫീച്ചർ ഈസ് ഓവർ. ക്ലിയർ? ദെൻ ഫിഫ്ത്ത് വൺ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വൺ. ഇത് മിക്കവാറും ഫിഫ്ത്ത് വൺ ഇത് സെപ്പറേറ്റ് ആണ് ചോദിക്കാറുണ്ട്. സോ ദ അനദർ യുണീക് ആസ്പെക്ട് ഓഫ് ഫോർ ലൂപ്പ് ഈസ് ദാറ്റ് one or more sections can be omitted if necessary. നമ്മൾ ഫോർ ലൂപ്പിന്റെ ആദ്യം നമ്മൾ പറഞ്ഞ ഫോർ ലൂപ്പിനെ മറ്റുള്ള ലൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതിന് തന്നെ കാരണം എന്ന് പറയുന്നത് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ, ഒന്നിലധികം ഒരു സെക്കൻഡ് വരെ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അനദർ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് അനദർ യൂണിക് ആസ്പെക്ട് ഓഫ് ഫോർ ലൂപ്പ് ഈസ് ദാറ്റ് വൺ ഓർ മോർ സെക്ഷൻസ് ക്യാൻ ബി ഒമിറ്റഡ് ഇഫ് നെസസറി. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മുടെ ഫോർ ലൂപ്പിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് കൊടുക്കാം, അതോടൊപ്പം തന്നെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് കൊടുക്കാം, പിന്നെ അതോടൊപ്പം തന്നെ ഇൻക്രിമെന്റ്. ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് ഫോർ ലൂപ്പിന്റെ ബ്രാക്കറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഫോർ ലൂപ്പിന്റെ ആദ്യം നമ്മൾ പഠിച്ച ഫീച്ചേഴ്സ് പറയുന്നത്. ഇനി പക്ഷേ ഈ ഫോർ ലൂപ്പിന് ഇതിനകത്ത് ഇനീഷ്യലൈസേഷൻ പാർട്ടും നമ്മുടെ ഇൻക്രിമെന്റ് പാർട്ടും ഓപ്ഷണലാണ്. ഓപ്ഷണൽ മീൻസ് അത് കൊടുക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, അല്ലെങ്കിൽ കൊടുക്കണമെന്ന് കമ്പൾസറി അല്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് അവിടെ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്താൽ മതി. പക്ഷേ എന്ത് ചെയ്യണം? ഫോർ ലൂപ്പിൽ എന്ന് പറഞ്ഞാൽ അതിന് 3 സെക്ഷനും സെപ്പറേറ്റ് നമുക്ക് കാണിക്കണം. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് കാണിക്കുമ്പോൾ ആ സെക്ഷൻ എം ടി ആണെങ്കിൽ ആ എം ടി സെക്ഷനെ സെമി കോളൻ വെച്ചിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. എവിടെയാണോ എം ടി സെഷൻ ഉള്ളത് ആ എം ടി സെഷനിൽ നമുക്ക് ജസ്റ്റ് സെമി കോളൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇനീഷ്യലൈസേഷൻ സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ 4 ഇനീഷ്യലൈസേഷൻ അവിടെ കൊടുത്തിട്ടില്ല, പകരം എന്ത് ചെയ്തു? ഒരു സെമി കോളൻ മാത്രം അവിടെ യൂസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ട്. ടെസ്റ്റ് കണ്ടീഷൻ ഈസ് കമ്പൾസറി. കാരണം ഏത് ലൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ ലൂപ്പിൽ ടെസ്റ്റ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ കമ്പൾസറി ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് മാറാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എം നോട്ട് ഈക്വൽ ടു 100, എമ്മിന്റെ വാല്യൂ 100 അല്ലയോ 100 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എം നോട്ട് ഈക്വൽ ടു 100 മീൻസ് എമ്മിന്റെ വാല്യൂ 100 അല്ലെങ്കിൽ ഈ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ചെക്ക് ചെയ്യുന്നത് എമ്മിന്റെ വാല്യൂ 100 ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മളത് പറ്റില്ല. എമ്മിന്റെ വാല്യൂ
100 അല്ല വേറെ ഏത് വേരിയബിൾ ആയി കഴിഞ്ഞാലും അവിടെ നമുക്ക് അതിൻ്റെ ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് നമ്മുടെ വരുന്നത് നമ്മുടെ ഇൻക്രിമെന്റ് നമ്മൾ കൊടുത്തിട്ടില്ല. ഇൻക്രിമെന്റ് എന്ത് ചെയ്തു? സാധാരണ പോലെ കൊടുക്കുന്ന പോലെ തന്നെ ഇൻക്രിമെന്റിന്റെ പാർട്ട് നമ്മൾ സെമിക്കോളം വെച്ചിട്ട് സ്പെസിഫൈ ചെയ്തു. ഇനി അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ലൂപ്പ് വേറെ ലൂപ്പുമായിട്ട് വളരെ സിമിലർ ആണ്. സീ ദ വൈൽ ലൂപ്പ്. വൈൽ ഇതേ കണ്ടീഷൻ തന്നെ നമ്മൾ വൈലിൽ കൊടുത്തു. എം നോട്ട് ഈക്വൽ ടു 100. എം നോട്ട് ഈക്വൽ ടു 100. ഇതേപോലെ തന്നെ പ്രിന്റ് ഓഫ് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് സ്റ്റേറ്റ്മെന്റ് നമ്മളവിടെ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ഓഫ് എന്താണോ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് പ്രിന്റ് ചെയ്തു. എം ഈക്വൽ ടു എം പ്ലസ് 5. എം ഈക്വൽ ടു എം പ്ലസ് 5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ രണ്ട് ലൂപ്പും സെയിം ആണ്. അപ്പോൾ ഒരു കാര്യം നമുക്കൊന്ന് ക്ലിയർ ആണ്. ഫോർ ലൂപ്പിൽ ഇൻക്രിമെന്റ് ഓപ്പറേറ്റ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റും ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പിന് ഇക്വലന്റ് ആണ്. ഫോർ ലൂപ്പിൽ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റും നമ്മുടെ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റും സ്കിപ്പ് ചെയ്തു. അങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പിന് ഇക്വലന്റ് ആണ്. സോ എന്ത് ചെയ്തു? വൈൽ ലൂപ്പ് അവിടെ വന്നു. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് കൊടുത്താലും ഇൻക്രിമെന്റ് ഇവിടെ കൊടുക്കണം. ഇൻക്രിമെന്റ് കൊടുത്തില്ലെങ്കിൽ അടുത്ത ഇറ്ററേഷനിലേക്ക് പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഫിനിറ്റ് ലൂപ്പ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് അനദർ ഫീച്ചർ. അപ്പോൾ 5 ഫീച്ചേഴ്സായി. നമുക്ക് ഒരു ഫീച്ചറും കൂടി ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന 6th ഒരു ഫീച്ചർ കൂടി നമ്മുടെ ഫോർ ലൂപ്പിലുണ്ട്. സോ 6 ഫീച്ചർ. സോ വി ക്യാൻ സെറ്റ് അപ് ടൈം ഡിലേ ലൂപ്സ് യൂസിങ് നൾ സ്റ്റേറ്റ്മെന്റ് ആസ് ഫോളോസ്. നമുക്ക് ഒരു ഫോർ ലൂപ്പിന് നമ്മൾ പഠിച്ച സിന്റാക്സിൽ നമുക്ക് സെമിക്കോളൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫോർ ലൂപ്പിൽ ജസ്റ്റ് ഒരു സെമിക്കോളൻ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ട്. ലൂപ്പ് എൻഡ് ചെയ്യണത് സെമിക്കോളനാണ്. ബോഡി ഓഫ് ദി ലൂപ്പ് ഇല്ല, ബ്രാക്കറ്റുകളൊന്നുമില്ല. ഈ ലൂപ്പ് 1000 ടൈം റിപ്പീറ്റ് ചെയ്യും. സോ ദിസ് ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് 1000 ടൈംസ് വിതൗട്ട് പ്രൊഡ്യൂസിങ് എനി ഔട്ട്പുട്ട്. ഇറ്റ് സിംപ്ലി കോസ് എ ടൈം ഡിലേ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൂടി ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു നാനോ സെക്കൻഡ് ടൈം എടുക്കും. അപ്പോൾ 1000 ടൈം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ എന്തായാലും ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പ് എടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു ടൈം ഡിലേ സെറ്റ് ചെയ്യണം. ടൈം ഡിലേ സെറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ എം ഡി ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റുകളൊന്നുമില്ല, ലൂപ്പിന്റെ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ദ ലൂപ്പ് എൻഡ്സ് വിത്ത് സെമിക്കോളൻ. ആ ലൂപ്പ് എവിടെയാണോ ഉള്ളത് ലൂപ്പിന്റെ ലാസ്റ്റിൽ സെമിക്കോളൻ വെച്ചിട്ടായിരിക്കും ആ ലൂപ്പ് എൻഡ് ചെയ്യണത്. അപ്പോൾ അതങ്ങനെ ഒരു ടൈം ഡിലേക്ക് വേണ്ടി മാത്രം ആ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ബോഡി ഓഫ് ദി ലൂപ്പ് ഒന്നുമില്ല. പക്ഷെ അവർക്ക് ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഉണ്ട്, ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, ഇൻക്രിമെന്റ് എക്സ്പ്രഷൻ ഉണ്ട്. ഇൻക്രിമെന്റ് മീൻസ് j = j-1 ഇൻക്രിമെന്റ് എക്സ്പ്രഷൻ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം ബോഡി ഓഫ് ദി ലൂപ്പിൽ നമ്മളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, കാരണം ഒന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് സെമിക്കോളൻ എൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി ലാംഗ്വേജിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ സെമിക്കോളൻ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു ലൈനിന്റെ എൻഡിൽ ഒരു സെമിക്കോളൻ കണ്ടാൽ അതിനെയായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫോർ ലൂപ്പിന് നമ്മൾ സെമിക്കോളൻ ഇല്ല, നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടാണെങ്കിൽ ആ എൻറ്റയർ സെക്ഷനും അല്ലെങ്കിൽ എത്ര ലൈൻ ഓഫ് കോഡ് അവിടെ ഉണ്ടോ ആ ലൈൻ ഓഫ് കോഡ് എല്ലാം ഫോർ ലൂപ്പിന്റെ ലൈൻ ഓഫ് കോഡ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഫോർ ലൂപ്പിന് അങ്ങനെ ലൈൻ ഓഫ് കോഡ് എന്ന് പറയാനായിട്ടില്ല, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെന്റിൽ സെമിക്കോളൻ വെച്ചിട്ട് എൻഡ് ചെയ്തേക്കാണ്. സോ അത് ജസ്റ്റ് ഒരു ടൈം ഡിലേക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ 1000 എന്ന് മാറിയിട്ട് 10,000 ഇട്ടാലും 1 lakh ഇട്ട് കഴിഞ്ഞാലും എത്ര ഇട്ട് കഴിഞ്ഞാലും അത്രയും ടൈം ആ ലൂപ്പ് വെറുതെ എക്സിക്യൂട്ട് ചെയ്യും. ഒരു ചെറിയ ടൈം ഗ്യാപ്പ് പ്രോഗ്രാമിൽ നമുക്ക് കിട്ടും. ക്ലിയർ? ഇതാണ് നമ്മുടെ 6 ഫീച്ചേഴ്സ്, ഫോർ ലൂപ്പിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മോർ ദാൻ 1 വേരിയബിൾ ക്യാൻ ബി ഇനീഷ്യലൈസ് അറ്റ് എ ടൈം. ഒന്നിലധികം വേരിയബിളുകളെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്രിമെന്റ് സെക്ഷനിലും ഒന്നിലധികം വേരിയബിളുകളെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം. ദെൻ തേർഡ് ഫീച്ചർ നമ്മുടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ ടെസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഒന്നിലധികം ടെസ്റ്റ് കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ നമുക്ക് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ടെസ്റ്റ് കണ്ടീഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റോ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷനും ഇൻക്രിമെന്റ്, കറക്റ്റ്, ഇനീഷ്യലൈസേഷൻ ആൻഡ് ഇൻക്രിമെന്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും x++എന്നോ
എക്സ് ഈക്വൽ ടു 1 എന്നൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനെ വെച്ചുകൊണ്ട് നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാം. സോ ആൻഡ് ദ യൂണിക് ആസ്പെക്ട്സ് ഓഫ് ഫോർ ലൂപ്പ്, അഞ്ചാമത്തെ ഫീച്ചർ, നമുക്ക് ഒന്നിലധികം പാർട്ടുകൾ ഇനീഷ്യലൈസേഷൻ പാർട്ടായാലും ഇൻക്രിമെന്റ് പാർട്ടായാലും നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഒരു പാർട്ട് കമ്പൾസറി ആണ്, നമ്മുടെ ടെസ്റ്റ് കണ്ടീഷൻ. കാരണം ലൂപ്പ് തന്നെ ടെസ്റ്റ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. സോ ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് കമ്പൾസറി ആണ്. സോ സിക്സ് ഫീച്ചർ, വി ക്യാൻ സെറ്റപ്പ് എ ഡിലേ യൂസിങ് നൾ സ്റ്റേറ്റ്മെന്റ്. നമുക്കൊരു ഡിലേ, ഒരു പ്രോഗ്രാമിൽ നമുക്ക് ടൈം ഡിലേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് നൾ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ടൈം ഡിലേ ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ? എനി ഡൗട്ട്സ് സോ ഫാർ? ക്ലിയർ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യവും നമുക്ക് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എനി ഡിലേ? ഡിലേ ഇല്ല. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? അരുണിമ, ക്ലിയർ ആയോ? ക്ലിയർ. യെസ്. ശ്രേയസ്, ശ്രേയ, അശ്വിൻ, ബെഞ്ചമിൻ, ക്ലിയർ? ക്ലിയർ ആണ് സർ. സെബിൻ, ക്ലിയർ? യെസ്, ക്ലിയർ ആണ് സർ. ഓക്കെ. സോ മൂവ് ഓൺ ടു നെക്സ്റ്റ് സെഷൻ. അടുത്തൊരു ടോപ്പിക്കാണ് ജമ്പിങ് ഔട്ട് ഓഫ് ദി ലോ. ജമ്പിങ് ഔട്ട് ഓഫ് ദി ലോ, അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് സീരീസ് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ലൂപ്പ് നോക്കുക. ഫോർ ഞാനിപ്പോൾ എഴുതുന്ന എല്ലാം ഫോർ ലൂപ്പ് വെച്ചിട്ടാട്ടോ. ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു. സോ ഇനി നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളുകൾ, ആ വേരിയബിളുകൾ ഏകദേശമെല്ലാം നമ്മൾ ആ പ്രോഗ്രാമിൽ എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ യൂസ് ചെയ്യണത്, ആ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് അതിൻ്റെ മീനിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേരിയബിളുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ എല്ലാം നമ്മൾ ഐ എന്ന് പറഞ്ഞാണ് വേരിയബിളാണ്. ഇനീഷ്യലൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ആയിരിക്കും. സോ ഐ ഈക്വൽ ടു 1 സെമിക്കോളൻ, ഐ ലെസ് than 100, then I plus plus, that is I means a person initialization അല്ലെങ്കിൽ increment അല്ലെങ്കിൽ iteration അതിന് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ I എന്ന് പറയാം. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്, print of percentage d, comma I, then bracket use ചെയ്തു, break get ch return 0, get ch return 0. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഈ പ്രോഗ്രാം ശരിക്കും എക്സിറ്റ് ആവണത് ഇത്രയും വേരിയബിളുകളെ ഇത് 100 ടൈംസ് ഉണ്ടെങ്കിൽ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ, അതായത് ഗെറ്റ് ചേഞ്ച് ആവുള്ളൂ. ഇനി എനിക്ക് അങ്ങനെയല്ല, ഈ ലൂപ്പിന്റെ ഇടയിൽ വെച്ചിട്ട് എനിക്കൊന്ന് ലൂപ്പിന് പുറത്തേക്ക് വരണം, ബ്രേക്ക് ആവണം. അങ്ങനെ ബ്രേക്ക് ആവണമെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. അതായത് നോർമലി ഉണ്ടാകുന്ന ഒരു ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ലൂപ്പിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരണം, 100 വരെ പ്രിന്റ് ചെയ്യേണ്ട, ഇടയിൽ വെച്ച് എനിക്ക് പുറത്തേക്ക് വരണം, ഇടത്തേക്ക് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. എപ്പോഴാണോ എനിക്ക് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടത്, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു നോർമൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ആദ്യം വന്നത് 1 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും,
പിന്നെ 3 ആയിരിക്കും, പിന്നെ 4 ആയിരിക്കും, അപ് ടു 100 വരെ വരുമോ 99 വരെ വരുമോ? എത്രയായിരിക്കും? ആരെങ്കിലും ഒരാൾ പറഞ്ഞ് 100 വരെ ആയിരിക്കും 99 വരെ ആയിരിക്കും? എത്രയായിരിക്കും? 90. യെസ്, ഗുഡ്. 99 വരെ ആയിരിക്കും. കാരണം നമ്മൾ കൊടുത്തേക്കുന്നത് ലെസ് ദാൻ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താലേ 100 വരുള്ളൂ. 99 വരെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 99 വരെ വരുന്നതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും നമ്മൾ ഇനിയൊക്കെയുള്ള കുറച്ച് പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും നമുക്കൊരു വാല്യൂ എക്സിറ്റ് ആവണം, ഒരു വേളയിൽ വെച്ച് നമുക്ക് ബ്രേക്ക് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം ഈ ലൂപ്പിന്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് ബ്രേക്ക് ആവണം. അങ്ങനെ ബ്രേക്ക് ആവണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക്. എപ്പോഴാണോ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. ക്ലിയർ? അതാണ് നമ്മുടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് പർപ്പസ്. അപ്പോൾ ലൂപ്പിൽ നിന്ന് എപ്പോഴാണോ നമുക്ക് പുറത്തേക്ക് വരേണ്ടത്, ആ പുറത്തേക്ക് വരേണ്ട സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എപ്പോൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ആ ലൂപ്പിന്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ആ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ 100, ഐ പ്ലസ് പ്ലസ്, പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഐ ബ്രേക്ക് ഗെറ്റ് സി റിട്ടേൺ 0. എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്? എനിക്ക് എന്തായിരിക്കും ഇതിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്? ആർക്കെങ്കിലും പറയാമോ? എന്തായിരിക്കും എനിക്ക് ഇതിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കിട്ടണത്? സാറേ 1 മാത്രമല്ലേ പ്രിന്റ് ചെയ്യും? ആരാണ് പറഞ്ഞത്? ആസിഫ്, റൈറ്റ്? അതെ, ആസിഫ് ആണോ പറഞ്ഞത്? അതെ സർ. വേറെ ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. ആസിഫ് പറഞ്ഞു 1. യെസ്. ജോയൽ, ഓക്കെ, 1. Then next മെൽബിൻ, ഓക്കെ. Then നമ്മുടെ ഗേൾസ് അവിടെ പോയി. അരുണിമ എവിടെ? ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഉറക്കമാണോ? എവിടെയാ അരുണിമ? അവിടെ ഉണ്ടെന്നാ പറഞ്ഞു. എവിടെയാന്ന്? എത്രയാ എന്റെ ഔട്ട്പുട്ട് കിട്ടുക? അതിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്ത് ചെയ്തു? ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ 10, 100, ഐ പ്ലസ് പ്ലസ്, പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി ബ്രേക്ക്. ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 1 കിട്ടുള്ളൂ. ശരിക്കും സാധാരണ ഈ ബ്രേക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ 100 വരെ 99 വരെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ബ്രേക്കിലേക്ക് വരിക, ലൂപ്പിൽ നിന്ന് വെളിയിലേക്ക് വരിക. പക്ഷെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്തുകൊണ്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? 1 ഇവിടെ പ്രിന്റ് ചെയ്തു. ഇനി അടുത്ത ഒരു പ്രോഗ്രാം കൂടി, 2 പ്രോഗ്രാം കൂടി എഴുതുവാണ്. നോട്ട് ചെയ്യുക. ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ or equal to 100, I plus plus, that means I plus 1, then scanf ന്റെ സ്പെല്ലിംഗ് ഒക്കെ എഴുതുമ്പോൾ ഞാൻ നോക്കിക്കോ കേട്ടോ. അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. സ്കാനഫ് percentage d comma ampersand അവിടെ പോയി വളരെ ampersand n if ശ്രദ്ധിക്കുക, n greater than n less than n less. Wait. ഞാൻ പ്രോഗ്രാം എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. n equal to 0, if n equal to 0, ഞാൻ എഴുതുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. break, if n equal to 0, break, print of percentage d comma percentage d comma n percentage
d comma n. Then അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ for loop ഇവിടെ ക്ലോസ് ചെയ്തു. get ch return zero. ഈ പ്രോഗ്രാം ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് എന്തായിരിക്കും പ്രിന്റ് ചെയ്യണത്, എങ്ങനെയായിരിക്കും? For int I equal to 1, I less than 100, I plus plus, scanf percentage d ampersand n, if n equal to 0, break, print of percentage d n, get ch return 0. ആർക്കാണത് പറയാൻ പറ്റുക? യെസ് പോട്ടെ. സാർ ആദ്യമേ n എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണ്ടേ? ഓക്കെ, ഞാൻ ഡിക്ലെയർ ചെയ്തേക്കുന്നു. എന്നാൽ ഞാൻ ഇവിടെ ഡിക്ലറേഷൻ ഒക്കെ വിടുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഞാൻ നമ്മുടെ കോർ പാർട്ട് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്ത്യൻ അതൊക്കെ ഡിക്ലെയർ ചെയ്യുന്നൊക്കെ വിടുക, ഒക്കെ വിടുക. അതൊക്കെ നമ്മൾ മുകളിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടെക്നിക്കൽ എററുകളൊക്കെ വിടുക. എനിക്ക് ഇതിന്റെ ലോജിക്കൽ ഔട്ട്പുട്ട് എന്ത് കിട്ടും? യെസ് പോട്ടെ. ഇതിന്റെ ലോജിക്കൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എനിക്ക് കിട്ടുക? അജയ്, എന്തായിരിക്കും ലോജിക്കൽ ഔട്ട്പുട്ട് കിട്ടുക? സാർ നമ്മൾ n0 എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അല്ല അല്ലെങ്കിൽ റൺ ആവോ? എങ്ങനെയായിരിക്കും സന്ദീപ് എന്തായിരിക്കും സന്ദീപ് പറയൂ? 0 തന്നെ ആയിരിക്കോ? അല്ലെങ്കിൽ റൺ ആവില്ല, അപ്പൊ തന്നെ ബ്രേക്ക് ചെയ്തേക്കല്ലേ? 0 തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ റൺ ആവില്ല. ഓക്കെ, ഗുഡ്. അനദർ വൺ പോട്ടെ. ആസിഫ്, അത് റൺ ആവില്ല സാർ. റൺ ആവില്ല. ഓക്കെ, then next അജയ്. 0 മാത്രം പ്രിന്റ് ചെയ്യും. 0 എങ്ങനെ? ഒന്നുകൂടി പറഞ്ഞ അജയ്. കറക്റ്റ് ആണ്, ഒന്നുകൂടി പറഞ്ഞേ. 0 മാത്രം പ്രിന്റ് ചെയ്യും. 0 മാത്രം പ്രിന്റ് ചെയ്യും. ഓക്കെ, 0 കൊടുക്കുകയാണെങ്കിൽ 0 പ്രിന്റ് ചെയ്യും. ഓക്കെ, then another one പോട്ടെ. അടുത്ത അലക്സ്. 0 മാത്രം പ്രിന്റ് ചെയ്യും. ഓക്കെ, then ഇനി ആരൊക്കെയാണുള്ളത്? നമ്മുടെ ഫെലിക്സ്. ഈ എന്നിന് കൊടുക്കണ ഏത് വാല്യൂ അത് പ്രിന്റ് ചെയ്യും? എന്നിന് കൊടുക്കുന്ന ഫെലിക്സ്. ഓക്കെ, എന്നിന് കൊടുക്കുന്ന ഏത് വാല്യൂം പ്രിന്റ് ചെയ്യും? എന്നിന് കൊടുക്കുന്ന ഏത് വാല്യൂ പ്രിന്റ് ചെയ്യും? ഓക്കെ, then okay, then next sir yes പറയൂ. ഏത് നമ്പറാ കൊടുക്കണെന്ന് വെച്ചാൽ അവിടെ വെച്ച് ബ്രേക്ക് ആവുമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ ഗുഡ്. അടുത്തത് നമ്മുടെ ഗേൾസ് അല്ലേ അവിടെ പോയി പറഞ്ഞ? അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓരോരുത്തരും പേര് വിളിക്കും. 2-3 പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വോളണ്ടറി ആയിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ല ഞാൻ പേര് വിളിക്കും. മീനാക്ഷി എന്തായിരിക്കും? സാർ 0 കൊടുക്കുമ്പോ അത് ഈക്വൽ ടു 0 എന്നുള്ള ഇഫ് കണ്ടീഷനിൽ കിട്ടുമ്പോ 0 മാത്രം പ്രിന്റ് ചെയ്യൂലേ, ബ്രേക്ക് ആവില്ലേ? 0 മാത്രം പ്രിന്റ് ചെയ്യില്ല, ബ്രേക്ക് ആവും. അല്ല, 0 കൊടുക്കുമ്പോ ഈ 0 കൊടുക്കുമ്പോ നമ്മൾ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും, റൈറ്റ്? അങ്ങനെയാണോ മീനാക്ഷി പറഞ്ഞത്? അതെ സാർ. ഈ 0 കൊടുക്കുമ്പോ ഇതേപോലെ ബ്രേക്ക് ആയി പോവും. ബാക്കി ഏത് ഇത് കൊടുത്താലും പ്രിന്റ് ചെയ്ത് വരും. 0 കൊടുത്താൽ മാത്രം 0 കൊടുത്താലും മാത്രം എക്സിറ്റ് ആവും. ഗുഡ്. ഓക്കെ, പോട്ടെ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ശ്രേയ, എന്താണ് ശ്രേയക്ക് മനസ്സിലായത്? സുരമ്യ, പോട്ടെ മറുപടി പോട്ടെ. 0 മാത്രം പ്രിന്റ് ചെയ്യുന്നല്ലേ? 0 മാത്രം പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ പറയാം. നമ്മുടെ പ്രോഗ്രാമില് എന്നിന്റെ ഡിക്ലറേഷൻ ഒക്കെ കഴിഞ്ഞു, ടെക്നിക്കൽ എററുകളൊക്കെ ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ int I equal to 1, I less than 100, I plus plus. സ്റ്റാർട്ടിങ്ങിൽ ഐയുടെ വാല്യൂ 1 ആണ്, 1 less than 100 ആണ്, നോ പ്രോബ്ലം.
സ്കാൻ ഓഫ് പെർസെൻറ്റേജ്. സ്കാൻ ഓഫ് വന്നു കഴിഞ്ഞാൽ കീബോർഡിൽ നിന്ന് നമ്മളോട് ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ പറയും. സ്കാൻ ഓഫ് ഇന്ന് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തേക്കുന്ന വാല്യൂ, എന്നിന് ഞാൻ കൊടുത്തേക്കുന്ന വാല്യൂ 5 വെറുതെ എൻ്റർ ചെയ്തു. ചെക്ക് ചെയ്ത് നോക്കും 5 ഈക്വൽ ടു 0 ആണോ? ചെക്ക് ചെയ്ത് നോക്കും. അല്ല, 5 ഈക്വൽ ടു 0 അല്ല. 5 ഈക്വൽ ടു 0 അല്ലാത്തതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് വരില്ല. അപ്പോൾ എന്ത് ചെയ്യും? നേരെ ഇവിടെ വരും, ഈ 5 എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അത് കഴിഞ്ഞ ശേഷം വീണ്ടും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഐയുടെ വാല്യൂ 2 ആയിട്ട് മാറും. ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയിട്ട് മാറും. 2 ലെസ് ദാൻ 100 ആണെന്ന് നോക്കും. യെസ്, 2 ലെസ് ദാൻ 100 ആണ്. എഗെയിൻ അടുത്ത വാല്യൂ എന്നാന്ന് ചോദിക്കും, ഏത് വാല്യൂ ആണെന്ന് ചോദിക്കും. അടുത്ത ഞാൻ ഒരു 25 എന്നിന് കൊടുക്കും. ചെക്ക് ചെയ്ത് നോക്കും 25 ഈക്വൽ ടു 0 ആണോ? അല്ല. അപ്പോൾ എന്തായാലും ട്രൂ പാർ എടുക്കില്ല. ഇവിടെ എന്ത് ചെയ്യും? ആ 25 ഇവിടെ പ്രിന്റ് ചെയ്യും. ആ 25 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഐയുടെ വാല്യൂ 3 ആയിട്ട് മാറും. 3 ലെസ് ദാൻ 100 ആണ്. വീണ്ടും ചോദിക്കും ഏതാണ് പ്രിന്റ് ചെയ്യേണ്ടത്, ഏതാണ് ആക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂ. ഞാനൊരു കാര്യം ചെയ്യും, 6 എൻ്റർ ചെയ്ത് കൊടുക്കും. 6 ഈക്വൽ ടു 0 ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യും? 6 നേരെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ നേരെ 4 ആയിട്ട് മാറും. 4 ലെസ് ദാൻ 100 ആണെന്ന് നോക്കും. 4 ലെസ് ദാൻ 100 ആണ്. 4 ലെസ് ദാൻ 100 ആണ്. അപ്പോൾ അടുത്ത വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ പറയും. ഞാൻ ആക്സെപ്റ്റ് ചെയ്തേക്കുന്ന വാല്യൂ ഞാനിപ്പോൾ 0 എൻ്റർ ചെയ്ത് കൊടുക്കും. 0 എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിൻ്റെ വാല്യൂ 0 ആണ്. പക്ഷെ 0 ഈക്വൽ ടു 0 ആണ്. സോ എന്ത് ചെയ്തു? ബ്രേക്ക്. ബ്രേക്ക് മീൻസ് എവിടെയാണോ ഈഫ് അവിടെ നിന്ന് ബ്രേക്ക് ആവും. നമ്മുടെ ലൂപ്പ് എവിടെയാണോ ആ ലൂപ്പിൽ നിന്ന്, എവിടെയാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പിന്, ഇത് ലൂപ്പിനുള്ളിലാണ് ഈ ബ്രേക്ക് കിടക്കുന്നത്. സോ ആ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ആവും. നേരെ എന്ത് ചെയ്യും? ബ്രേക്ക് ആയി നേരെ ഇവിടെ വരും. അപ്പോൾ 5, 25, 6, 0 കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ആവും. 100 ടൈംസ് വരെ എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി 0 ഞാൻ കൊടുത്തില്ല എന്ന് വിചാരിക്കാം. ഈ സാധനം എത്ര വരെ, ഈ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 100 ടൈംസ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. മാക്സിമം എനിക്ക് 100 വാല്യൂസ് കൊടുക്കാൻ പറ്റും. അതിനിടയിലെങ്കിലും എപ്പോഴെങ്കിലും വെച്ചിട്ട് ഒരു 0 വാല്യൂ ഞാൻ അക്സെപ്റ്റ് ചെയ്തോ എക്സിറ്റ് ആവും. ഇതാണ് ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്. ഇനി ഇത് നിങ്ങളുടെ മൊബൈലിൽ ചെയ്ത് കഴിയുമ്പോൾ, നിങ്ങളിപ്പോൾ കുറച്ച് പേര് ലാപ്ടോപ്പിൽ മൊബൈൽ കമ്പ്യൂട്ടർ ചെയ്യും, കുറച്ച് പേര് മൊബൈൽ ചെയ്യും. മൊബൈൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈഫ് കൊടുത്താൽ ഇത് ഇങ്ങനെയാണ് കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ എൽസ് ഒന്ന് കൊടുത്ത് നോക്കുക. എൽസ് ഈ പ്രിന്റ് ചെയ്യണതിന് തൊട്ട് താഴെ ഇവിടെ ഈ പ്രിന്റ് എഫ് എന്ന് പറയുന്നത് എൽസിൽ കൊടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എഴുതാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ എൽസ് അതിന് താഴെ മാത്രം ഒരു പ്രിന്റ് എഫ് യൂസ് ചെയ്യുക. എൽസ് ഇവിടെ പ്രിന്റ് എഫ്, എന്നിട്ട് അങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കാം. കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈഫിനുള്ളിൽ ബ്രേക്ക് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൽസ് പാർട്ട് ആണെങ്കിൽ പ്രിന്റ് എഫ് യൂസ് ചെയ്യുക. അങ്ങനെ ഇല്ലാതെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴാണോ 0 എൻ്റർ ചെയ്യുന്നത്, 0 100 എണ്ണം കഴിഞ്ഞ് 100 എണ്ണം വാല്യൂ എൻ്റർ കൊടുക്കുമ്പോഴും 0 ഞാൻ കൊടുത്തില്ല എന്നിരിക്കട്ടെ. 0 കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 100 പ്രാവശ്യം കഴിയുമ്പോൾ ലൂപ്പ് എക്സിറ്റ് ആവും. 99 ടൈം, 99 ടൈംസ്. അതായത് 1 മുതൽ 99 വരെ, 99 അല്ല 100 ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100 വരെ 100 ടൈംസ് ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ആ 100 ടൈംസിനിടയിൽ എപ്പോഴെങ്കിലും നമ്മളൊരു 0 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും. ക്ലിയർ? എനി ഡൗട്ട്സ്? അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കുറേശ്ശെയൊക്കെ ശരിയാണ്. അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൻസർ ഓക്കെ ആയി. എനി ഡൗട്ട്സ്? So no, clear. So program, write a program to calculate the sum of, ഞാനിവിടെ ഇത് എഴുതാം. അപ്പോൾ അതിൻ്റെ പറയാം. write a program to calculate write a program to calculate sum of n numbers. ഇനി നമ്മൾ കേൾക്കുന്ന എല്ലാത്തിലും ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുക. n numbers. Write a program to calculate sum of n numbers. അപ്പോൾ n numbers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ n-ന്റെ വാല്യൂ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത് n-ന് എത്ര വാല്യൂ വേണം.
അപ്പോൾ സം ഓഫ് n നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിമിറ്റ്. n എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിമിറ്റ് ആണ്. കാരണം ആ ലിമിറ്റ് എത്ര വേണം, എത്ര വാല്യൂസ് കൊടുക്കണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര വാല്യൂസ് ആണ് എനിക്ക് വേണ്ടത്, എത്ര വാല്യൂസ് എനിക്ക് വേണം എന്ന് ഡിസൈഡ് ചെയ്യുക, അതിന് ലിമിറ്റ് ചോദിക്കുക. അപ്പോൾ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ അത്രയും ടൈംസ് മതി. ഇപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം 100 ടൈംസ്, 10 ടൈംസ്, 20 ടൈംസ്, അല്ലെങ്കിൽ 500 ടൈംസ്, 1000 ടൈംസ് എന്നൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അത്രയും ടൈംസ് എത്രയാണെന്നുള്ളത് വേണ്ട, പകരം എത്രയാണ് അതിൻ്റെ ലിമിറ്റ്, എത്രയാണ് വാല്യൂ കൊടുക്കുന്ന വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യുക. റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് സം ഓഫ് n നമ്പേഴ്സ്. എത്രയാണ് നമ്പറുകളുള്ള അത്രയും നമ്പറുകളുടെ സം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. ക്ലിയർ? So that's about a break statement. Break statement. Okay. ഇതാണ് നമ്മുടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഞാൻ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇതാണ് നമ്മുടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. Break statement means when a break statement is encountered inside a loop, the loop is immediately terminated its execution and the program control resumes at the next statement the following in the loop. ലൂപ്പിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അതിൻ്റെ ഐറ്ററേഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യും. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ടെർമിനേറ്റ്. ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്വിച്ചിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം സ്വിച്ചിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് മാച്ച് ഐഡന്റിഫൈ ചെയ്തു, ഏതെങ്കിലും ഒരു മാച്ചിങ് കണ്ടീഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, അവിടെ നിന്ന് നമ്മൾ നേരെ എക്സിറ്റ് ആകുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ അത് യൂസ് ചെയ്തത്. എപ്പോഴാണ് മാച്ച് കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്ത് അവിടെ നിന്ന് നമ്മൾ നേരെ എക്സിറ്റ് ആകുമായിരുന്നു. So it can be used to terminate a case in the switch statement also. Clear? So that's about our break statement. Then okay, continuous statement നമുക്ക് അടുത്ത ദിവസം നോക്കാം. Also another program, ഒരു program നോട്ട് ചെയ്തു. Write a program to display factors of a number. Write a program to display factors of a number. ഒരു നമ്പർ കിട്ടിയാൽ ആ നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്പറിന്റെ ഫാക്ടേഴ്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോഗ്രാം. ക്ലിയർ? അപ്പോൾ അതും കൂടി ചെയ്യാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? സോ താങ്ക് യു സർ. നമുക്ക് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു all. Thank you, sir.